സി പി എം നേതാവ് ഡോക്ടർ പി കെ ഗോപൻ. ശ്രീ ഗോപൻ, ഇപ്പോൾ സാധാരണ ഒരു പ്രതിപക്ഷമാണ് മുഖ്യമന്ത്രിക്കെതിരെ, സർക്കാരിനെതിരെ പരസ്യമായ പ്രതിഷേധവുമായി രംഗത്തെത്തേണ്ടത്. പക്ഷെ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിൽ ഒരു പടയൊരുക്കം നടക്കുകയാണ് മുഖ്യമന്ത്രിക്കെതിരെ. സി പി എമ്മിന് ഇപ്പോൾ കാര്യങ്ങൾ എളുപ്പമാണെന്ന് തോന്നുന്നു, അല്ലേ? കാരണം തുടക്കത്തിൽ നമുക്കറിയാം, മദ്യനയ വിഷയം മുതൽ വിഴിഞ്ഞം കരാർ വിവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കോൺഗ്രസിനകത്ത് വി ഡി സതീശനൊരു പിന്തുണയില്ലാത്ത സാഹചര്യമുണ്ട്. അതിനിടെയാണ് ചെറിയ ചെറിയ കല്ലുകടികൾ, ഈ രീതിയിൽ സർക്കാർ അഭിഭാഷക നിയമനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ KSU ഉൾപ്പെടെയുള്ള സംഘടനകൾ വരെയും, പോഷക സംഘടനകൾ വരെയും, ലോയേഴ്സ് കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ വരെയും മുഖ്യമന്ത്രിക്കെതിരെ പരസ്യമായി രംഗത്തെത്തുന്ന സാഹചര്യം. ഇന്ന് KPCC വക്താവ് വരെയും പരസ്യമായി നിലപാടെടുക്കുന്നു. എന്താണ് CPM-ന്റെ ഒരു നിലപാട് ഈ വിഷയത്തിൽ? അതായത് മുഖ്യമന്ത്രി ഒറ്റപ്പെടുന്നുവെന്ന് തോന്നുന്നുണ്ടോ? മാത്രമല്ല, CPM ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിൽ ശ്രീ ടോം പറഞ്ഞ വഴിയല്ല ഞങ്ങളെ സംബന്ധിച്ചുള്ളത്. ഞങ്ങൾക്ക് കാര്യം എളുപ്പമായല്ലോ എന്നുള്ളത്, ഇവരുടെ തമ്മിലടിയിൽ എളുപ്പം കാര്യം സാധിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ 10 വർഷമായി പോയത് കൊണ്ടുള്ള പ്രശ്നമാണ്. പലർക്കും ഇവരുടെ പഴയകാല സംഘർഷങ്ങൾ അറിയാൻ വയ്യാതെ പോയി. ശ്രീകുമാർ സാറൊക്കെ പണ്ട് ഒരുപാട് വെള്ളം കുടിച്ചതായി അവർക്ക് വേണ്ടി, ഏത് വിഭാഗത്തിന് വേണ്ടി എന്നുള്ളതൊക്കെ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ പോകുന്നില്ല. അപ്പോഴേ ഈ ശ്രീ കെ കരുണാകരന്റെ കാലത്ത് അദ്ദേഹത്തെ താഴെ ഇറക്കാൻ നമ്മുടെ പുത്തരിക്കണ്ടം മൈതാനം എത്രമാത്രം തെറി കേട്ടതാണ്. ഞങ്ങൾ പറഞ്ഞതല്ല, ഞങ്ങളുടെ ലീഡർഷിപ്പ് ഒന്നും ശ്രീ കെ കരുണാകരനെ തെറി വിളിച്ചിട്ടില്ല. ശ്രീ EK നായനാരോ ശ്രീ VSO ശ്രീ പിണറായി ഒന്നും അക്കാലത്ത് അദ്ദേഹത്തെ തെറി വിളിച്ചിട്ടില്ല. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ശ്രീ AK ആന്റണി, ശ്രീ ഉമ്മൻചാണ്ടി, ഇവരെല്ലാം തമ്മിലടിച്ച് ഇടയ്ക്ക് വെച്ച് മന്ത്രിമാരെ മാറ്റൽ, മുഖ്യമന്ത്രി പ്രതിച്ഛായ മോശമാണ്, പ്രതിച്ഛായ ചർച്ച എന്ന് പറഞ്ഞ ചർച്ച അങ്ങനെ ഉണ്ടായത്. ഞാൻ 1-2 ചർച്ചയിൽ സൂചിപ്പിച്ചുള്ള ഒരു വാക്ക് പറയാം, ശീതള ഛായ. അന്ന് തായാട്ട് ശങ്കരൻ എന്ന വളരെ പ്രഗത്ഭനായ പത്രപ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. എഡിറ്ററായിട്ടൊക്കെ പ്രവർത്തിച്ച, ദേശാഭിമാനി വാരികയുടെ എഡിറ്ററായിട്ടൊക്കെ ദീർഘകാലം ഇരുന്ന ആളാണ് അദ്ദേഹം. തായാട്ട് ശങ്കരൻ ആണ് ഈ ഭരണത്തിന്റെ ശീതള ഛായ എന്ന വാക്ക്. അപ്പോ അങ്ങനെ പ്രതിച്ഛായ ചർച്ച, ശീതള ഛായ ചർച്ചയായിട്ടൊക്കെ കുറെ കാലം തമ്മിലടിച്ച് ജനങ്ങൾ മടുത്തിട്ടാണ് UDF-ന്റെ ഭരണം മാറ്റിയെടുത്തത്. പക്ഷെ 10 വർഷമായപ്പോഴത്തേക്കിന് അത്തരം സംഘർഷങ്ങളല്ല. 10 വർഷം എന്ന് പറയുമ്പോൾ 50 ലക്ഷം വോട്ടർമാരിൽ മാറ്റം ഉണ്ടാവും. ശരാശരി 50 ലക്ഷം വോട്ടർമാരിൽ മാറ്റം ഉണ്ടാവും. അപ്പൊ അത്രയും വോട്ടർമാരിൽ മാറ്റം ഉണ്ടായപ്പോൾ ഇവരുടെ തമ്മിലടി ജനങ്ങൾക്ക് അറിയാതെ പോയി. അതാണ് ഇവരുടെ വിജയത്തിന്റെ ഒരു കാരണം. ഒരുപാട് കാരണങ്ങളിൽ ആ കാരണം മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു കാരണം. ഇപ്പോ ഇവിടെ ശ്രീകുമാർ സാറ് കോൺഗ്രസിനെ ന്യായീകരിക്കണോ, ശ്രീ VD സതീശനെ ന്യായീകരിക്കണോ, ലായേഴ്സ് കോൺഗ്രസിനെ ന്യായീകരിക്കണോ, KSU-നെ വേണോ? അദ്ദേഹത്തിന്റെ ഒരു വിഷമം നമുക്ക് മനസ്സിലാവും. ഏത് ഭാഗമാണ് ശരിയെന്ന് പറയാൻ വിഷമിക്കുന്ന വല്ലാത്തൊരവസ്ഥയാണ് അവരെ പോലെ വളരെ പ്രഗത്ഭമായി കാര്യങ്ങൾ വിശദീകരിക്കാൻ പറ്റുന്നവർക്ക് പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ശ്രീ VD സതീശൻ അധികാരത്തിൽ വരുന്നത് തന്നെ MLA-മാരുടെ പിന്തുണ ഇല്ലാതാണ്. മറ്റു ചില സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ടാണ് അദ്ദേഹം അധികാരത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കരുതിയിരിക്കേണ്ടതായിട്ടുമുണ്ട്. ഇപ്പൊ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ഒരു DCC ജനറൽ സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും നിങ്ങളുടെ സ്ക്രീനിലുണ്ട്. അതിൽ KPCC-യുടെ ഒരു ജനറൽ സെക്രട്ടറിക്കും KSU-ന്റെ സംസ്ഥാന അധ്യക്ഷനും മുഖ്യമന്ത്രിയെ കാണാൻ അനുമതി കിട്ടുന്നില്ല എന്നുള്ളതാണ് പരാതി. എവിടെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ നോക്കൂ. ഒരാൾ ഇലക്ഷൻ കമ്മീഷണറെ പോസ്റ്റ് ചെയ്തതിന്റെ വിമർശനം അദ്ദേഹത്തിനുണ്ട്. ഇലക്ഷൻ കമ്മീഷണറെ പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ 2029 ഇലക്ഷൻ ഡീലിമിറ്റേഷൻ നടക്കാൻ പോവുകയാണ്. മണ്ഡല പുനർനിർണയമാണ്. BJP-യുടെ വക്താവിനെയാണ് ഇലക്ഷൻ കമ്മീഷനായിട്ട് ശ്രീ VD സതീശൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഓർക്കണം, കഴിഞ്ഞ 5 വർഷമായി കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷത്തിനെതിരായിട്ട് ചിന്തിപ്പിക്കാൻ എല്ലാ കുൽസിത മാർഗങ്ങളും കനകോലുവിന്റെ തിയറി അനുസരിച്ചെടുത്ത് ഉപയോഗിച്ചിട്ട് ഞങ്ങളും RSS-ഉം ഇന്ത്യ രാജ്യത്ത് കഴുത്തിന് മുകളിൽ ശിരസുള്ള ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു തിയറിയാണ് CPM RSS ഡീൽ എന്ന് പറഞ്ഞാൽ. ലോകത്താകെ കമ്മ്യൂണിസ്റ്റുകാര് ജീവൻ ബലി കൊടുക്കേണ്ടി വന്നതും ഫാസിസത്തിനെതിരായിട്ടാണ്. അങ്ങനെ കേരളത്തിൽ തന്നെ ഞങ്ങൾക്ക് 240 പേരെയാണ് RSS-ന്റെ കൊലക്കത്തിയാൽ നഷ്ടപ്പെട്ടത്. ആ RSS ഞങ്ങളുമായിട്ട് ഡീലുണ്ടെന്ന് സ്ഥാപിക്കാൻ കൊണ്ടുവന്ന ചില ഉദാഹരണങ്ങളുണ്ട്. അത് ഗവർണറെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി ഷേക്ക് ഹാൻഡ് കൊടുത്തു, പ്രധാനമന്ത്രിയെ കാണാൻ പോയി, PMC-യിൽ ഒപ്പിട്ടു, വെള്ളാപ്പള്ളിയെ ചീത്ത വിളിച്ചില്ല. ഇത്തരം ആക്ഷേപങ്ങളാണ്
BJP ഡീലായിട്ട് അവരെടുത്ത് ഉന്നയിച്ചത്. ദേ നോക്കൂ, സർക്കാരിന്റെ ഔദ്യോഗിക ശബ്ദമാണ് ഗവൺമെന്റ് പ്ലീഡർമാരായിട്ടുള്ള ആളുകൾ, വക്കീലന്മാർ. അവര് മിക്കവാറും എല്ലാം BJP-ക്കാരാണ്. ഏറ്റവും ഉയർന്ന 5 ഉദ്യോഗസ്ഥർ സംസ്ഥാനത്ത്, മുഖ്യമന്ത്രിയും മന്ത്രിമാരും UDF-ഉം, ഉയർന്ന IAS ഉദ്യോഗസ്ഥരെല്ലാം RSS-ഉം. ഏറ്റവും കൂടുതൽ മൈനോറിറ്റിക്കെതിരായിട്ട് പോസ്റ്റ് ഇട്ട അശോക് ഡോക്ടർ PK ഗോപൻ, BJP-ക്കാർ മാത്രമല്ല പഴയ SFI-ക്കാരും ആ പട്ടികയിൽ കടന്നുകൂടി എന്നാണ് കോൺഗ്രസ് നേതാക്കൾ, ചില കോൺഗ്രസ് KSU നേതാക്കൾ ഉൾപ്പെടെ ആരോപിക്കുന്നത്. അതെ, SFI-ക്കാരുണ്ടെങ്കിൽ അവര് ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞത് BJP-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ അശോക് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മൈനോറിറ്റിക്കെതിരായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റും ആർട്ടിക്കിളും ഉണ്ട് അദ്ദേഹത്തിന്റെ. ഒരു പത്രത്തിൽ അദ്ദേഹം ആർട്ടിക്കിളും എഴുതിയിട്ടുണ്ട് മൈനോറിറ്റിക്കെതിരായിട്ട്. അങ്ങനെയുള്ള ആളുകളെ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളുടെ പാർട്ടിക്കാരെ മാത്രമെന്നാണല്ലോ ശ്രീകുമാർ സാറ് ഇവിടെ ആക്ഷേപിച്ചുകൊണ്ടിരുന്നത്. ദിവ്യ S. അയ്യർ ഏത് CPM-ന്റെ നേതാവാണ് സാർ? ഏത് കോൺഗ്രസ് നേതാവിന്റെ ജീവിത പങ്കാളിയാണ് അവർ? അവരെയാണ് ഞങ്ങൾ വലിയ പ്രധാനപ്പെട്ട ഒരു തുറമുഖത്തിന്റെ സെക്രട്ടറി ആക്കി, തുറമുഖ വകുപ്പിന്റെ സെക്രട്ടറി ആക്കി വെച്ചത്. അവരെ മാറ്റുകയാണ് ചെയ്തത് നിങ്ങൾ വന്നിട്ട്. അതായത് കോൺഗ്രസ് ബന്ധമുള്ള ചെറിയ ആളാണോ G. കാർത്തികേയൻ കോൺഗ്രസിനെ സംബന്ധിച്ച്? അദ്ദേഹത്തിന്റെ മരുമകൾ ശ്രീ ശബരിനാഥന്റെ ജീവിത പങ്കാളി, അവരെ മാറ്റിയിരിക്കുക. എന്തിന്? 15 കോടി രൂപയുടെ നോട്ടീസ് അദാനിക്ക് കൊടുത്തതിന്റെ ദേഷ്യത്തിൽ. അങ്ങനെ ദിവ്യ സേനയെ എടുത്ത് മാറ്റിയിട്ട് ഇവർ RSS-ന്റെ ആളുകളെ വെക്കുകയാണ്. കിഷോർ അദ്ദേഹത്തിന്റെ രത്തൻ യു ഖേൽക്കറെ തന്നെ ആക്കി അവിടെ തുറമുഖ വകുപ്പ് സെക്രട്ടറി ആക്കി. അങ്ങനെ അദാനി MSC അവിടേക്ക് കടന്നു വരികയും ചെയ്തു. ഇതെല്ലാം കോൺഗ്രസിനകത്ത് പുകയുകയാണ്. അപ്പോഴാണ് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ KSU-ക്കാരെ എടുത്ത് നിലത്തടിച്ചിരിക്കുക മുഖ്യമന്ത്രി. ഇപ്പോ ഇദ്ദേഹം പറയുന്നത് KSU-ക്കാർക്ക് എന്താണ് അത് പറയാൻ അവകാശം എന്നാണ്. കുറെ നാളുകളായിട്ട് ഞങ്ങളുടെ ചർച്ചയിലൊക്കെ ഇവർ പറയുന്നത് CPM-നകത്ത് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല, കോൺഗ്രസിനകത്ത് പറയാം, അത് ജനാധിപത്യ പാർട്ടിയാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചടക്കമില്ലായ്മയാണ് എന്ന് അവർ കേരളത്തിലെ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കോൺഗ്രസിനകത്ത് ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇനി നിങ്ങൾ ഒരു അക്ഷരവും എതിരായിട്ട് പറയാൻ പറ്റില്ല. കാരണം അത് ജനാധിപത്യത്തിന്റെ ഭാഗമാണല്ലോ. ആ ജനാധിപത്യത്തിന്റെ ഭാഗമാണെന്ന് VD സതീശൻ അംഗീകരിച്ചില്ല. അദ്ദേഹം പറഞ്ഞത് എത്ര ആക്ഷേപകരമായിട്ടാണ് ലോക്കോളജി യൂണിറ്റിലെ KSU-ക്കാർക്ക് എന്തോ ഇത് പറയാൻ അവകാശം എന്നുള്ളതാണ് ചോദിച്ചത്. അങ്ങനെ അവരെ KSU-ക്കാർ ഇന്നലെ എങ്ങനെ ഉറങ്ങിക്കാണും സാർ? നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് വരുന്നില്ല എന്ന് പറയുന്നത്, അവരെങ്ങനെ വരും? നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് എന്ത് പറയും? കാരണം VD സതീശന്റെ ഫ്ലക്സ് ബോർഡ് വെക്കുന്ന കുറച്ച് പേര്, KC വേണുഗോപാലിന് വെക്കുന്നവര്, മറ്റ് രമേശ് ചെന്നിത്തലയ്ക്ക് വെക്കുന്നവര്, ഇവരെല്ലാം ആയിരുന്നല്ലോ കോൺഗ്രസിന്റെ ആളുകൾ. അപ്പൊ ഈ തരത്തിലായിരുന്നു ഇപ്പോ. ഇനി അദ്ദേഹം പറയുന്നത് CPM-ന്റെ കാലത്ത് ഇങ്ങനെ PSC എന്തോ ഒരു ആക്ഷേപമായി സാറേ പറയുന്നത്. അല്ല, PSC ഡോക്ടർ PK ഗോപൻ, ഈ KSU നേതാക്കൾ പറയുന്നത് അവരുടെ പാർട്ടി പുനഃസംഘടന വരികയാണ്, മുഖ്യമന്ത്രിക്കെതിരെ പരസ്യ നിലപാടെടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പോൾ തന്നെ കോൺഗ്രസിനകത്ത് വിവിധ ചേരികളുണ്ട്. അത് മുഖ്യമന്ത്രി സംഘടന, അതായത് KSU ഉൾപ്പെടെയുള്ള സംഘടനകളെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ നീങ്ങാം. നിലവിൽ കോൺഗ്രസ് എന്ന KPCC എന്ന സംവിധാനം പോലും ഇല്ലെന്ന് നമുക്കറിയാലോ. കാരണം VD സതീശന്റെ നിലപാടുകളെ ചോദ്യം ചെയ്യാൻ ആർക്കും ധൈര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. അവിടെ KSU പ്രവർത്തകർ, KSU നേതാക്കൾ ചോദ്യം ചെയ്തപ്പോൾ അവരെ പോലും കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന രീതിയിൽ നിശബ്ദരാകാൻ അവരുടെ നേതൃത്വം പറഞ്ഞു എന്നാണ് പറയുന്നത്. പലരും നമ്മളോട് രഹസ്യമായി പറഞ്ഞത് ഞങ്ങൾക്ക് ചർച്ചയിൽ വരണം, ഞങ്ങൾക്ക് പരസ്യമായി പ്രതിഷേധിക്കണം, പരസ്യമായ നിലപാട് പറയണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ പുനഃസംഘടന വരുമ്പോൾ അവഗണിക്കപ്പെടുമോ? മുഖ്യമന്ത്രി തങ്ങളുടെ പേര് വെട്ടുമോ? മാത്രമല്ല പല ബോർഡ് കോർപ്പറേഷനുകളുടെയും പട്ടിക വരാനുണ്ട്. അവരുടെ ചെയർമാൻ പദവി, അതായത് അംഗങ്ങൾ അടക്കമുള്ള പല പദവികളും ഇനി വരാനുണ്ട്. ഒരുപക്ഷെ അതുപോലെ നിഷേധിക്കപ്പെടുമോ എന്ന ഭയം കാരണം പലരും നിശബ്ദരാകുന്നതായിരിക്കും അല്ലേ? അല്ല, ഇവര് ഈ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നൊക്കെ പറയുമ്പോഴേ ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പോയിന്റാ ഞാൻ പറയുന്നത്. ജനാധിപത്യമാണ്, ഞങ്ങൾക്ക് ഇതെല്ലാം പറയാൻ അവകാശമുണ്ടോ നാളെ ഇറങ്ങി പറഞ്ഞേക്കരുത്. ഇന്നലെ വരെയൊക്കെ പറഞ്ഞതിരിക്കട്ടെ. ഇനി നാളെ കോൺഗ്രസിനെതിരായിട്ട് ഇങ്ങനെ പറയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്, ഞങ്ങൾ ജനാധിപത്യ പാർട്ടിയാണെന്ന് പറഞ്ഞേക്കരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അദ്ദേഹം ഇവിടെ ചർച്ചയിലൂടെ ഉന്നയിച്ച ഒരു കാര്യം, ഞാൻ അതിലേക്ക് വരാം. അദ്ദേഹം അങ്ങ് പറയുന്നതിന്റെ ചില പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. പക്ഷെ മറ്റേത് വിടാൻ പാടില്ല. അദ്ദേഹം ഈ 3 ലക്ഷത്തിലധികം ആളുകളെ 10 വർഷം കൊണ്ട് PSC നിയമിച്ച ഒരു സ്റ്റേറ്റ് ആണ് കേരളം. ഞാൻ അദ്ദേഹത്തിന്റെ ഊഴം വരുമ്പോ പറയുക, കർണാടകം, തെലങ്കാന ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും സ്റ്റേറ്റിൽ സർ PSC എന്ന് പറയുന്ന സംവിധാനം ഉണ്ടോ? നിയമനം നടക്കുന്നുണ്ടോ? ഇന്ത്യ രാജ്യത്ത് 65% PSC നിയമനം കേരളത്തിലാണ്. 160 കോടി ജനങ്ങൾക്ക് വേണ്ടി
PSC പ്രവർത്തിക്കുന്നതിൽ 60-65% കേരളത്തിലാണ് പോസ്റ്റിംഗ്. എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിലും സ്കൂളുകളിലേക്കോ കോളേജുകളിലേക്കോ ഒന്നും തന്നെ PSC പോസ്റ്റിംഗ് ഇല്ല. മുഴുവൻ കരാർ അടിസ്ഥാനത്തിലാണ്. എന്ന് പറഞ്ഞാൽ അവരവരുടെ പാർട്ടിക്കാരെ വിളിച്ച് കാശ് വാങ്ങിച്ചുകൊണ്ട് ജോലി കൊടുക്കുകയാണ്. താൽക്കാലിക നിയമനങ്ങളുമാണത്. കേരളത്തിൽ ഈ 3 ലക്ഷം പേര് CPM ആണോ സാർ? നിങ്ങൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട CPM-ന്റെ ഏതെങ്കിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഏതെങ്കിലും പോസ്റ്റിൽ വന്നാൽ കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് അവർ നിയമിക്കപ്പെട്ടിരുന്നാണോ? കേരളത്തിലെ കോടതി തന്നെ പോയിട്ട് അതിന് അംഗീകാരം വാങ്ങിച്ചിട്ടില്ലേ? അപ്പൊ CPM അതുമായി ബന്ധപ്പെട്ട് പാടില്ല. ഡോക്ടർ PK ഗോപൻ, PSC നിയമനവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ വരുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം വരുന്നുണ്ട്. ഏതായാലും ഒരുപക്ഷെ ആ ചർച്ചയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ CPM പ്രതിരോധത്തിലാകാം. എന്തായാലും ആ വിഷയത്തിലേക്ക് വരാം. അതിനു മുൻപ് ശ്രീ N. ഗോപകുമാറിലേക്ക് ഞാൻ പറഞ്ഞു വന്നത് അതിലേക്ക് പോകുന്നില്ല ഞാൻ, അതായത് പറഞ്ഞത്. പക്ഷെ ശ്രീകുമാർ സാർ ആ വിഷയം എടുത്തിട്ടത് കൊണ്ട് എനിക്കത് സ്പർശിക്കാതെ കടന്നു പോകാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞത് അത്തരം ആക്ഷേപങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരിക്കുകയാണ്. CPM-ന്റെ പോസ്റ്റിംഗ് അതുപോലെ വിചാരിച്ചായിരിക്കും KSUക്കാർ ഇറങ്ങിയിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് വരാൻ പരിശ്രമിച്ചത്. എന്നിട്ട് ലായേഴ്സ് കോൺഗ്രസിന്റെ കത്തെടുത്ത് കാണിക്കുകയാണ്. വീണുപോയില്ലേ സാർ? CPM കത്ത് കൊടുത്തിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞ് ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരുന്നവരല്ലേ നിങ്ങൾ? ഇത് വളരെ പ്രകടമായി പത്രസമ്മേളനത്തിൽ ലായേഴ്സ് കോൺഗ്രസിന്റെ കത്തെടുത്ത് കാണിക്കുക. എന്തിനു വേണ്ടിയാ? കോൺഗ്രസിന് മറുപടി പറയാൻ, കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നത്തിന് മറുപടി പറയാൻ ഈ കത്തെടുത്ത് കാണിക്കുക. അത് ഭരണഘടനാ വിരുദ്ധമാണ് സാർ. സത്യപ്രതിജ്ഞാ ലംഘനമാണ്. പ്രീതിയോ വിദ്വേഷമോ കൂടാതെ തന്നിൽ അർപ്പിച്ച ജോലികൾ നിർവഹിക്കുക എന്നുള്ള സത്യപ്രതിജ്ഞാ ലംഘനം പ്രീതിയോടുകൂടിയാണ് ഞാൻ ചെയ്തത് എന്ന് വാദിക്കുക അദ്ദേഹം. സ്വയം വാദിച്ച് വക്കീലും സതീഷ് മേനോൻ വക്കീല് സ്വയം വാദിച്ച് പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അതുകൊണ്ട് ഇത് കോൺഗ്രസിന്റെ കേവലം ആഭ്യന്തര പ്രശ്നമായിട്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇതിനെ കാണുന്നത്. ഭരണഘടനാ ലംഘനം എന്ന് പറയുമ്പോഴും CPM-ഉം ഇതേ രീതിയിൽ തന്നെയാണ് പല നിയമനങ്ങൾ നടത്തിയിട്ടുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലല്ലോ. എന്തായാലും അങ്ങനെയൊക്കെ എത്താം. അതിനു മുൻപ് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.